ഹലോ സ്റ്റുഡൻസ്, എൻജിനീയറിംഗ് സെക്ടറിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. എൻജിനീയറിംഗ് ഡിപ്ലോമ കോഴ്സിനകത്ത് സബ്ജക്റ്റ് കോഡ് 2005 എല്ലാ ബ്രാഞ്ചിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഡ്രോയിങ് സബ്ജക്റ്റാണ് എൻജിനീയറിംഗ് ഗ്രാഫിക്സ്. സെമസ്റ്റർ 1, സെമസ്റ്റർ 2 എന്നിവയിലായി സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റായി പഠിക്കുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ പല ഡ്രോയിങ് സബ്ജക്റ്റുകളും പല ഡിപ്പാർട്ട്മെൻറ്റിലും വരുന്നുണ്ട്. മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥികൾക്ക് മിഷൻ ഡ്രോയിങ്, പ്രൊഡക്ഷൻ ഡ്രോയിങ്, ഓട്ടോമൊബൈൽ ഡിസൈൻ എന്നിങ്ങനെ ഡ്രോയിങ് സബ്ജക്റ്റുകൾ വരുന്നു. സിവിൽ ആർക്കിടെക്ചർ വിദ്യാർത്ഥികൾക്ക് ഒട്ടനവധി ഡ്രോയിങ് സബ്ജക്റ്റുകൾ അപ്കമിങ് സെമസ്റ്ററിനകത്ത് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് വരുന്നുണ്ട്. സോ എൻജിനീയേഴ്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ ഡ്രോയിങ് ആണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സലി നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ബൈ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ലാംഗ്വേജ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എമംഗ് എൻജിനീയേഴ്സ് വിച്ച് കൊളാബറേറ്റ്സ് the detail of any component, structure or circuit at its initial drawing through drawing. അതായത് ഒരു കമ്പോണൻ്റ് ആവാം, സ്ട്രക്ചർ ആവാം, സർക്യൂട്ട്സ് ആവാം, അതിൻ്റെ ഇനീഷ്യൽ ഡ്രോയിങ് ആവാം, ഇവയെല്ലാം വളരെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോയിങ്സ് ഉപയോഗിക്കുന്നത്. ഏതൊരു ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള റൂൾസും ഗ്രാമേഴ്സും എല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഡ്രോയിങ്ങിനകത്തും അതിൻ്റേതായിട്ടുള്ള കുറച്ച് റൂൾസും ഗ്രാമേഴ്സും ഉണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS ആണ് നമ്മുടെ വേരിയസ് സ്റ്റാൻഡേർഡ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വേരിയസ് സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഡ്രോയിങ്സ് വരയ്ക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെയായാലും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബേസ്ഡ് ഡ്രോയിങ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ എനിവൺ ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ദ ഡ്രോയിങ്. അതാണ് ഡ്രോയിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കോമ്പോസിഷൻ ഓഫ് ഗ്രാഫിക്സ് ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ എൻജിനീയറിംഗ് ആപ്ലിക്കേഷനകത്ത് നമുക്കറിയാം, ഒരു ഡ്രോയിങ് വരയ്ക്കണമെങ്കിൽ അതിനകത്ത് കുറച്ച് പോയിൻറ്റ്സുകൾ ഉണ്ടായിരിക്കും, ലൈൻസ് ഉണ്ടായിരിക്കും, സർഫേസ്, പ്ലെയിൻസ്, എഡ്ജസ്, കോണ്ടൂർ, അതായത് കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പുകൾ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഷേപ്പിൻ്റെയും സർഫസിൻ്റെയും ലൈൻസിൻ്റെയും ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പല ഒബ്ജക്റ്റുകൾ കിട്ടും. അപ്പോൾ അത്തരം ഡ്രോയിങ്സ് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. നോർമലി ഡ്രോയിങ് വരയ്ക്കുന്നത് 3 മെത്തേഡുകളുണ്ട്. ഒന്ന് ഫ്രീ ഹാൻഡ് ഡ്രോയിങ്സ് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ് ഡ്രോയിങ് ഉണ്ട്, കമ്പ്യൂട്ടർ മെത്തേഡ്സ് ഉണ്ട്. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റായിട്ട് വരയ്ക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രോയിങ്സിനെ നമ്മൾ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഒരു ഡ്രോയിങ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ബിയറിങ്ങിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് പെൻസിൽ മാത്രം ഉപയോഗിച്ച് വരച്ചിരിക്കുന്നതാണ്. ഇതേ ഡ്രോയിങ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് വരയ്ക്കാം. അതാണ് ഇൻസ്ട്രുമെൻ്റൽ ഡ്രോയിങ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, സ്കെയിൽസും പെൻസിലും കോമ്പസും പ്രൊട്ടാക്ടറും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഡ്രോയിങ് വളരെ നീറ്റായിട്ട് വരയ്ക്കാൻ സാധിക്കും. നേരത്തെ വരച്ച ഫിഗറിൽ നിന്ന് കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇമേജാണ് നമുക്ക് സെക്കൻഡ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിയറിങ്ങിനകത്ത് പ്രോപ്പറായിട്ട് അതിൻ്റെ പാർട്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് കൃത്യമായ ഡയമെൻഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരം ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ കമ്പോണൻസും ഡയമെൻഷൻസും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഡ്രോയിങ്ങാണ് നമ്മൾ എൻജിനീയറിംഗ് ഗ്രാഫിക്സിനകത്ത് ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ മോഡിഫിക്കേഷനാണ് കമ്പ്യൂട്ടർ ഡ്രോയിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മെത്തേഡ്സ് എന്ന് പറയുന്നത്. വ്യത്യസ്തമായ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നമുക്ക് ഡ്രോയിങ്സ് വരയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ കമ്പ്യൂട്ടർ ഡ്രോയിങ്സിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. കാരണം നമുക്കൊരു പേപ്പറിനകത്ത് ഡ്രോയിങ് വരയ്ക്കുമ്പോൾ അതിനകത്ത് എറേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളത് എറേസർ ഉപയോഗിച്ച് എറേസ് ചെയ്യണം. ആ ഷീറ്റിനകത്ത് അതിൻ്റെ ഇംപ്രഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നീറ്റ്നെസ് കുറയും. ദെൻ ഈ ഒരു പേപ്പർ നമുക്ക് കൂടുതൽ കാലത്തേക്ക് എടുത്തു വയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഡ്രോബാക്സുകളുണ്ട്. ആ ഡ്രോബാക്സുകളൊക്കെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഡ്രോയിങ് വരുമ്പോൾ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഓട്ടോകാഡ്, സോൾഡ് വർക്ക്സ്, പ്രോയി ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടർ ഡ്രോയിങ്സ്
വരയ്ക്കാൻ സാധിക്കും. ഈവൻ നമുക്കതിൻ്റെ അനിമേഷൻ വരെ നമുക്ക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡ്രോയിങ്സ് വരയ്ക്കാനും മോഡിഫൈ ചെയ്യാനും അത് മറ്റുള്ള വ്യക്തികൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ഒക്കെ വളരെ എളുപ്പമാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഡ്രോയിങ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ. നമുക്ക് അപ്കമിങ് സെമസ്റ്ററിനകത്ത് ഓട്ടോക്യാഡ് പോലുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം പഠിക്കാനുണ്ട്. ദെൻ നമുക്ക് നമ്മുടെ ടോപ്പിക്കിനകത്തേക്ക് വരാം. എൻജിനീയറിംഗ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഡ്രോയിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ആ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡ്രോയിങ് ഷീറ്റിനകത്തേക്ക് ഓരോ ഡ്രോയിങ്സും വരയ്ക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഓരോ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ ഒരു ചിത്രത്തിൽ കാണുന്ന കുറേ ഇൻസ്ട്രുമെൻറ്റ്സുകളുണ്ട്. ഇതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കാം, ചിലത് നിങ്ങൾക്ക് പരിചയമില്ലാത്തത് ഉണ്ടായേക്കാം. നമുക്ക് ഓരോ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സും എന്താണെന്ന് ഡീറ്റെയിൽ ആയി തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഡ്രോയിങ് ബോർഡ്, ടി സ്ക്വയർ ആൻഡ് മിനി ഡ്രാഫ്റ്റർ, സെറ്റ് സ്ക്വയർസ്, പ്രൊട്ടാക്ടർ, എഞ്ചിനീയർ സ്കെയിൽ സെറ്റ്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ഡ്രോയിങ് പെൻസിൽസ്, ഡ്രോയിങ് ഫാസ്റ്റനേഴ്സ്, എറേസേഴ്സ്, ഡ്രാഫ്റ്റിംഗ് ബ്രഷ്, ടെംപ്ലേറ്റ്സ്, സ്റ്റെൻസിൽസ്, ഫ്രഞ്ച് കർവ്സ്, ഡ്രോയിങ് ഷീറ്റ്, ഇവയെല്ലാമാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ഡ്രോയിങ് ബോർഡ്. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ബോർഡാണ് ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത്. നോർമലി സീസൺ ചെയ്ത നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് വുഡാണ് ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പൈൻ, ഫയർ, ഓക്ക് പോലുള്ള സോഫ്റ്റ് വുഡ് മെറ്റീരിയൽസാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം നമുക്ക് ഡ്രോയിങ് ഷീറ്റ് ഡ്രോയിങ് ബോർഡിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യണം. ഡ്രോയിങ് പിൻസൊക്കെ ഈസി ആയിട്ട് പെനട്രേറ്റ് ചെയ്ത് പോകണം. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് വുഡാണ് നമ്മളിവിടെ ഉപയോഗിക്കാറുള്ളത്. ദെൻ ഡ്രോയിങ് ബോർഡ് നമ്മൾ ഒരിക്കലും ഒരു സിംഗിൾ ഷീറ്റ് ഉപയോഗിച്ചല്ല മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് 4 മുതൽ 6 വരെ നമ്പറായിട്ടുള്ള നാരോ സ്ട്രിപ്പ് ജോയിൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. കാരണം നമുക്കറിയാം, മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞ് നമ്മുടെ വീടിനകത്ത് ഉണ്ടാകുന്ന വാതിലും ജനലും ഒക്കെ ഒന്ന് ജാമാവും, അല്ലെങ്കിൽ ഒന്ന് വികസിക്കും. അപ്പോൾ അങ്ങനെ വികസിച്ച് കഴിയുമ്പോൾ നമുക്ക് ഡോറും വിൻഡോസൊക്കെ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷൻ വരാറുണ്ട്. സിമിലർലി ക്ലൈമറ്റിക്കൽ ചേഞ്ച് വരുന്ന സമയത്ത് ഡ്രോയിങ് ബോർഡിനകത്ത് ഇത്തരത്തിലുള്ള പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ഷേപ്പിനകത്ത് വേരിയേഷൻ സംഭവിക്കുമ്പോൾ അതിന് മുകളിൽ ഷീറ്റ് വെച്ച് വരയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഷീറ്റ് വെച്ച് വരയ്ക്കുമ്പോൾ അതിനകത്ത് എറേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വെല്ലനിങ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രോയിങ് ബോർഡ് സ്ട്രിപ്പ് ബൈ സ്ട്രിപ്പ് ജോയിൻ ചെയ്തിട്ടാണ് മാനുഫാക്ചർ ചെയ്യാറുള്ളത്. അതിനകത്ത് ടങ്സ് ആൻഡ് ഗ്രൂ ജോയിൻസ്, അതായത് ഗ്രൂസും ടങ്സും ഫോം ചെയ്ത് അതിനകത്ത് ഗ്ലൂസ് പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രോയിങ് ബോർഡ് നോർമലി മാനുഫാക്ചർ ചെയ്യാറുള്ളത്. ആ ഡ്രോയിങ് ബോർഡ്സിൻ്റെ പാർട്സ്, സ്ട്രിപ്പ്, ബാറ്റിൻ, സോക്കട്ട് പോലുള്ള ഭാഗങ്ങളും ഈ ഇമേജിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു ഡ്രോയിങ് ബോർഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ISI ബേസ്ഡ് ആയിട്ട് നമ്മൾ ഡ്രോയിങ് ബോർഡിൻ്റെ സൈസാണ് പറയുന്നത്. കാരണം നമ്മൾ പല സൈസിലുള്ള ഡ്രോയിങ് ഷീറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. A0, A1, A2, A3. ഓരോ സൈസ് ഓഫ് ഷീറ്റിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഡ്രോയിങ് ബോർഡ് ചൂസ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ A0 സൈസ് ആണെങ്കിൽ D0 സൈസ് ഡ്രോയിങ് ബോർഡ് 1500 mm, 1000 mm, 25 mm, അതായത് ലെങ്ത്ത്, വിഡ്ത്ത്, തിക്നെസ് ആണ് പറയുന്നത്. 1500 mm ലെങ്ത്ത്, 1000 mm വിഡ്ത്ത്, 25 mm തിക്നെസ്. ദെൻ D1 ആകുമ്പോൾ 1725. D2ൻ്റെ കേസിനകത്ത് 700, 500, 15. D3യുടെ കേസിനകത്ത് 500, 350, 15 എന്നുള്ള റേഞ്ചിലായിരിക്കും ഡ്രോയിങ് ബോർഡിൻ്റെ സൈസ് ഉണ്ടായിരിക്കുക. അപ്പോൾ നോർമലി ഡ്രോയിങ് ഷീറ്റിനേക്കാളും കുറച്ചും കൂടി വലിയ സൈസായിരിക്കും ഡ്രോയിങ് ബോർഡിന് ഉണ്ടായിരിക്കുക. ദെൻ മറ്റൊരു ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റാണ് ടി സ്ക്വയർ, അതുപോലെ തന്നെ മിനി ഡ്രാഫ്റ്റ്. ഡ്രോയിങ് വരയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റാണ്. ടി സ്ക്വയർ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ടി ഷേപ്പിലാണ് ടി സ്ക്വയർ ഉള്ളത്.
അതുകൊണ്ടാണ് അതിന് ടി സ്ക്വയർ എന്ന് പേര് വരാനുള്ള കാരണം. നോർമലി സീസൺ ചെയ്തുള്ള ഹാർഡ് വുഡ്, അതായത് തേക്ക്, മഹാഗണി പോലുള്ള മെറ്റീരിയൽസാണ് ടി സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ പ്ലാസ്റ്റിക്, അക്രിലിക് മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള ടി സ്ക്വയർ നമുക്ക് വളരെയധികം അവൈലബിൾ ആണ്. ഒരു ടി സ്ക്വയറിന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണുള്ളത്. അതിൻ്റെ ലോങ് സ്ട്രിപ്പായിട്ടുള്ള ഭാഗത്തിന് നമ്മൾ ബ്ലേഡ് എന്നും ഷോർട്ട് സ്ട്രിപ്പായിട്ടുള്ള ഭാഗത്തിന് നമ്മൾ ഹെഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്നും പറയാറുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും ടി സ്ക്വയറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത്. നമ്മൾ ടി സ്ക്വയർക്ക് ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും ക്ലീൻഡ് ആയിട്ടുള്ള ടി സ്ക്വയേഴ്സ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇത് ഡ്രോയിങ് ഷീറ്റിന് മുകളിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിന് മുകളിലുള്ള ഡേർട്ടി പാർട്ടിക്കിൾസ്, അതായത് ചളി കാര്യങ്ങളൊക്കെ ഡ്രോയിങ് ഷീറ്റിന് മുകളിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഡ്രോയിങ് ഷീറ്റിനകത്ത് ടി സ്ക്വയർ അല്ലെങ്കിൽ മിനി ഡ്രാഫ്റ്ററൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്കെയിൽ പോർഷൻ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. ദെൻ ടി സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻസ് മാത്രമേ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മിനി ഡ്രാഫ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് അതിനെ ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാം, വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കാം, ഇൻക്ലൈൻ ലൈൻസ് വരയ്ക്കാം, ആംഗിൾസ് ചെക്ക് ചെയ്യാം, ആംഗിൾ ലൈൻസ് വരയ്ക്കാം, പാരലൽ ലൈൻസ് വരയ്ക്കാം, പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കാം. സോ ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിനകത്ത് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. നമ്മൾ നോർമലി കൺവെൻഷണൽ ജിയോമെട്രിക്കൽ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് 2 സെറ്റ് സ്ക്വയർ കാണാൻ സാധിക്കും. അപ്പോൾ സെറ്റ് സ്ക്വയറിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. സെറ്റ് സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ 2 ടൈപ്പ് സെറ്റ് സ്ക്വയർ ആണുള്ളത്. 30, 60 സെറ്റ് സ്ക്വയർ ആൻഡ് 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള പല ഇൻക്ലിനേഷനിലുള്ള ലൈൻസ് വരയ്ക്കാൻ സാധിക്കും. ഡ്രോയിങ് ലൈൻസ് 30, 60, 90 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. ഡ്രോയിങ് ലൈൻസ് 45 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. ഡ്രോയിങ് ലൈൻസ് 15, 75, 105 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. ഇതിന് പുറമെ നമുക്ക് വേരിയസ് ആംഗിളിലുള്ള ലൈൻസ് വരയ്ക്കാം. പ്രൊട്ടാക്ടർ ഇല്ലാതെ തന്നെ 15 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 75 ഡിഗ്രി, 90 ഡിഗ്രി, 105 ഡിഗ്രി, 120 ഡിഗ്രി, 135 ഡിഗ്രി, 150 ഡിഗ്രി, 165 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. ഹൊറിസോണ്ടലുമായിട്ട് ഇത്രയും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനുള്ള ലൈൻസ് വരയ്ക്കുന്നതിനും ആംഗിൾ ചെക്ക് ചെയ്യുന്നതിനും നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കാൻ സാധിക്കും. ഇവയ്ക്ക് പുറമെ പാരലൽ ലൈൻസ് നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാൻ സാധിക്കും. പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കാൻ സാധിക്കും. സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാൻ സാധിക്കും. ഇൻക്ലൈൻ ലൈൻസ് വരയ്ക്കാൻ സാധിക്കും. ഇതിനെല്ലാം ഉപരി സെറ്റ് സ്ക്വയേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാനും നമുക്ക് നോർമൽ സെറ്റ് സ്ക്വയേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. അതായത് ഒരു സെറ്റ് സ്ക്വയർ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിൻ്റെ സ്ക്വയർനെസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രെയിറ്റ്നെസ് ചെക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ് ആംഗിൾ എത്ര കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ, 60 ഡിഗ്രി ഇൻക്ലിനേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനും ചെക്ക് ചെയ്യാനും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് സാധിക്കും. സോ ഒരുപാട് ആപ്ലിക്കേഷനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ പ്രൊട്ടാക്ടർ. ജോമെട്രിക്കൽ ബോക്സിനകത്ത് നമ്മൾ കോമൺലി കാണുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് പ്രൊട്ടാക്ടർ. സോ നോർമലി ആംഗിൾസ് മെഷർ ചെയ്യുന്നതിനും ആംഗിൾ സെറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് പ്രൊട്ടാക്ടേഴ്സ് ഉപയോഗിക്കാറുള്ളത്. ആൾറെഡി സെറ്റ് സ്ക്വയേഴ്സ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ആംഗിൾസ് സെറ്റ് ചെയ്യാനും മെഷർ ചെയ്യാനും സാധിക്കും. അതിനുപരി വേരിയസ് ആയിട്ടുള്ള 0 മുതൽ 180 ഡിഗ്രിയിലുള്ള ഏത് ആംഗിൾ വേണമെങ്കിലും നമുക്ക് പ്രൊട്ടാക്ടർ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാനും ഡ്രോ ചെയ്യാനും സാധിക്കും. ദെൻ 180 ഡിഗ്രി പ്രൊട്ടാക്ടറിന് ഉപരിയായിട്ട് 360 ഡിഗ്രി പ്രൊട്ടാക്ടേഴ്സും അവൈലബിൾ ആണ്. 0 to 360 ഡിഗ്രിയിൽ വരുന്ന റൗണ്ട് പ്രൊട്ടാക്ടേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ദെൻ മറ്റൊരു എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് എഞ്ചിനീയർ സ്കെയിൽ എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്കെയിലാണ് എഞ്ചിനീയർ സ്കെയിൽ എന്ന് പറയുന്നത്. സോ നോർമലി ഇതിനകത്ത് എഞ്ചിനീയർ സ്കെയിൽ മെഷർ ചെയ്യുന്നത്, എഞ്ചിനീയർ സ്കെയിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് മെഷർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ട്രൂ ലെങ്ത്ത് റിലേറ്റീവ് ഡയമെൻഷനുമായിട്ട് റിലേഷൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എഞ്ചിനീയർ സ്കെയിൽസ് യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് ഓൾസോ സ്കെയിൽ ഇസ് ദ റേഷ്യോ ഓഫ്
ലെങ്ത് ഓഫ് എൻ ഒബ്ജക്റ്റ് ഓൺ ദ ഡ്രോയിങ് ആൻഡ് ഇറ്റ്സ് ആക്ച്വൽ ലെങ്ത്. സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ലെങ്ത്തും ഡ്രോയിങ് ലെങ്ത് തമ്മിലുള്ള ഒരു റേഷ്യോ ആണ്. സോ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് അവൈലബിൾ ആണ്. ഫുൾ സ്കെയിൽ, എൻലാർജ്ഡ് സ്കെയിൽ, റെഡ്യൂസ്ഡ് സ്കെയിൽ എന്നിങ്ങനെ 3 തരത്തിലുള്ള സ്കെയിൽസാണ് കോമൺലി നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. ഫുൾ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഡ്രോയിങ്ങിൻ്റെ ആക്ച്വൽ ഡയമെൻഷൻ അതേ ഡയമെൻഷനിലുള്ള എന്താണോ ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ ഡയമെൻഷൻ അതേ ഡയമെൻഷനിലുള്ള ഡ്രോയിങ്സ് നമ്മൾ വരയ്ക്കുന്നതിനാണ് ഫുൾ സ്കെയിൽസ് എന്ന് പറയുന്നത്. ദെൻ റെഡ്യൂസ്ഡ് സ്കെയിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് വലിയൊരു സ്ട്രക്ചറാണ്, ആ വലിയൊരു സ്ട്രക്ചറിനെ കറസ്പോണ്ടിങ് റെഡ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് ഒക്കെ കുറച്ചിട്ടായിരിക്കും നമ്മളതിനെ ഒരു ഷീറ്റിലേക്ക് പ്ലാനും എലിവേഷനൊക്കെ വരയ്ക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ചുരുക്കി അല്ലെങ്കിൽ അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് പ്രൊപ്പോർഷണലി റെഡ്യൂസ് ചെയ്ത് വരയ്ക്കുന്ന സ്കെയിൽസിന് നമ്മൾ റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറയാം. അതിന് നമ്മൾ 1:x, ഫോർ എക്സാമ്പിൾ 1:20, അതായത് 20 mm ലെങ്ത് ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും 1 mm ലെങ്ത് ആക്കി റെഡ്യൂസ് ചെയ്ത് വരയ്ക്കുന്നതിനാണ് 1:20 എന്ന് പറയുന്നത്. സോ 1:x is the standard abbreviation. Then next one is the enlarged scale. Enlarged scale means x:1, അതായത് വളരെ മൈക്രോ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ നമുക്ക് അതിൻ്റെ കമ്പോണൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കണം. അത്തരം കണ്ടീഷനിൽ നമ്മൾ എൻലാർജ്ഡ് സ്കെയിൽസാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം അതിനെ കുറച്ച് സൂം ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. സോ അത് നമ്മൾ നോട്ട് x:1, അതായത് 50:1, 20:1 എന്നുള്ള റേഷ്യോയിൽ, അതായത് 1 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ 50 സെൻറ്റിമീറ്റർ ആയിട്ട് കാണിക്കുന്നു. അങ്ങനെ വലുതാക്കി കാണിക്കുന്ന നമ്മൾ എൻലാർജ്ഡ് സ്കെയിൽസ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അതാണ് പ്രധാനമായിട്ടുള്ള 3 ഡെസിഗ്നേറ്റഡ് റേഷ്യോസ് ആണ്. 1:1 is for full scale, 1:x for reduced scale, x:1 for enlarged scales. Then next we can go through the instrument box. Normally എല്ലാവരും കൺവെൻഷണൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഒരു രണ്ട് സെറ്റ് സ്ക്വയർ ഉണ്ടായിരിക്കും, ഒരു പ്രൊട്രാക്ടർ ഉണ്ടായിരിക്കും, ഒരു കോമ്പസ്, ഒരു ഡിവൈഡർ, ഷാർപ്നർ, എറൈസർ, സ്കെയിൽസ്. ഇതാണ് കോമൺലി നമ്മളൊരു കൺവെൻഷണൽ ഡ്രോയിങ് ബോക്സിനകത്ത് കാണുന്നത്. ഇതിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുക ലാർജ് ബോ കോമ്പസ്, സ്പ്രിംഗ് ബോ കോമ്പസ്, ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ്, ലാർജ് ബോ ഡിവൈഡർ, സ്മോൾ ബോ ഡിവൈഡർ, റോളിംഗ് പെൻ, ദെൻ ലെഡ്. ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സിനകത്ത് ഉണ്ടായിരിക്കുക. സോ എന്താണ് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ലാർജ് ബോ കോമ്പസ്. കറസ്പോണ്ടിങ് ലാർജ് ബോ കോമ്പസിൻ്റെ ഒരു ഇമേജ് ഞാനിവിടെ PPT-ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. സോ ലാർജ് ബോ കോമ്പസ് നമ്മൾ ഉപയോഗിക്കുന്നത് ലാർജ് സർക്കിൾസ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പെൻസിൽസ് അല്ലെങ്കിൽ ഇങ്ക് ഉപയോഗിച്ച് ലാർജ് സർക്കിൾസ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലാർജ് ബോ കോമ്പസ് ഉപയോഗിക്കുന്നത്. 2 ലെഗുകൾ ഉണ്ടായിരിക്കും. 2 ലെഗുകളും ഒരു കോമൺ ഹിഞ്ചസിന് മുകളിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. വൺ എൻഡിൽ ഒരു സ്റ്റീൽ നിബ് ഉണ്ടായിരിക്കും. അതർ എൻഡിൽ നമുക്ക് അറ്റാച്ച്മെൻറ്റുകൾ പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് മേ ബി പെൻസിൽ ഓർ നമുക്ക് ഇങ്ക് വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്കവിടെ കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഡിവൈഡർ പോലെ ആക്ട് ചെയ്യുന്നതിന് വേണ്ടി നീഡിൽ അറ്റാച്ച്മെൻറ്റ് നമുക്കവിടെ കൊടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ചേഞ്ചബിൾ ആയിട്ടുള്ള ഒരു ലെഗായിരിക്കും അതർ എൻഡിൽ ഉണ്ടായിരിക്കുക. രണ്ടാമത്താണ് സ്പ്രിംഗ് ബോ കോമ്പസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ലാർജ് ബോ കോമ്പസ് ഉപയോഗിച്ച് 50 mm മുതൽ 200 mm വരെ റേഡിയുള്ള സർക്കിൾസ് വരയ്ക്കാൻ സാധിക്കും. ഇനി അതിലും റേഡിയസ് കൂടിയ സർക്കിൾസ് വരയ്ക്കണമെങ്കിൽ നമുക്കവിടെ ലെങ്തനിങ് ബാർ, ഒരു അറ്റാച്ച്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ ഡയമീറ്ററുള്ള സർക്കിൾസ് വരയ്ക്കാൻ സാധിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് ദ സ്പ്രിംഗ് ബോ കോമ്പസ്. സ്പ്രിംഗ് ബോ കോമ്പസ് നമ്മൾ നോർമലി ഉപയോഗിക്കാറുള്ളത് സർക്കിൾസ് അപ് ടു 25 mm റേഡിയസ് ഉള്ള സർക്കിൾസ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രിംഗ് ബോ കോമ്പസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലാർജ് നമ്പർ ഓഫ് സർക്കിൾസ് വിത്ത് സെയിം റേഡിയസ് 25 റേഞ്ചിലുള്ള സെയിം റേഡിയസിലുള്ള ലാർജ് നമ്പർ ഓഫ് സർക്കിൾസ് നമുക്ക് സ്പ്രിംഗ് ബോ കോമ്പസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ സാധിക്കും. കാരണം അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷണൽ അക്യുറസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡ്രോയിങ്സ് വരയ്ക്കാൻ സാധിക്കും. ആൻഡ് തേർഡ് വൺ ഈസ് ദ ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ്. വളരെ സ്മോൾ റേഡിയസിലുള്ള സർക്കിൾസ് പെൻസിലും ഇങ്കൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്
ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസുകൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റർ റോഡ് ഉണ്ടായിരിക്കും. അതിനൊരു വൺ എൻഡിൽ ആ സെൻറ്റർ റോഡിലായിരിക്കും നീഡിൽ ഉണ്ടായിരിക്കുക. അതർ എൻഡിലേക്ക് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ് എന്ന് പറയുന്നത്. വളരെ സ്മോൾ ആയിട്ടുള്ള സർക്കിൾസ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ് ഉപയോഗിക്കുന്നത്. ലാർജ് സർക്കിൾസ് വരയ്ക്കുന്നതിന് വേണ്ടി ലാർജ് ബോ കോമ്പസ് ഉപയോഗിക്കും. ഒരു അപ് ടു 25 mm സൈസുള്ള സർക്കിൾസ് ആണെങ്കിൽ നമ്മൾ സ്പ്രിംഗ് ബോ കോമ്പസുകളും ഉപയോഗിക്കും. The next one is the dividers. Large bow divider, small bow divider. Large bow divider എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലാർജ് ബോ കോമ്പസിൽ നിന്ന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ലാർജ് ബോ കോമ്പസിനകത്ത് നീ ജോയിൻറ്റുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഡിവൈഡേഴ്സിനകത്ത് അത്തരത്തിലുള്ള നീ ജോയിൻറ്റ്സുകൾ ഉണ്ടായിരിക്കില്ല. രണ്ട് ലെഗും ഒരു കോമൺ ഹിഞ്ചിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. രണ്ട് എൻഡിലും സ്റ്റീൽ നീഡിൽസ് ഉണ്ടായിരിക്കും. നോർമലി ഒരു ഡിവൈഡർ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിനെ ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ് ഒരു ഡിവൈഡറിനുള്ളത്. സോ സ്മോൾ ബോ ഡിവൈഡറും സെയിം ഫങ്ഷൻ തന്നെയാണ്, ബട്ട് കമ്പാരിറ്റീവ്ലി സൈസ് കുറവായിരിക്കും മാത്രം. മറ്റൊരു ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റാണ് റോളിംഗ് പെൻ എന്ന് പറയുന്നത്. റോളിംഗ് പെൻ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് ഇങ്ക് ഉപയോഗിച്ചു കൊണ്ടുള്ള സർക്കിൾസും ആർക്കും കർവും ഒക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് റോളിംഗ് പെൻസ് ഉപയോഗിക്കാറുള്ളത്. ഇതിനകത്ത് ഒരു മെറ്റാലിക് ഹോൾഡർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ മെറ്റാലിക് ഹോൾഡറിൻ്റെ ഇടയിൽ പെയർ ഓഫ് നിബ്സ് ഉണ്ടായിരിക്കും. ഈ പെയർ ഓഫ് നിബ്സിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ലൈൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ പെയർ ഓഫ് നിബ്സിൻ്റെ ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ വരയ്ക്കുന്ന ലൈൻ്റെ തിക്നെസ് കൂടിക്കൂടി വരും നമുക്ക്. സോ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നോർമലി 4 to 6 mm ഗ്യാപ്പ് വരെ നമുക്ക് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് വൺ ഈസ് ദ റോളിംഗ് പെൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ഡ്രോയിങ് പെൻസിൽസ്. ഡ്രോയിങ്ങിനകത്ത് വളരെ കോമൺലി ഉപയോഗിക്കുന്ന ഒന്നാണ് ഡ്രോയിങ് പെൻസിൽ എന്ന് പറയുന്നത്. ഒരു ഡ്രോയിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഓർഡിനറി പെൻസിൽസ് നമ്മൾ ഒരിക്കലും ഡ്രോയിങ് ഷീറ്റിനകത്ത് ഡ്രോയിങ് വരയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറില്ല. നോർമലി മെക്കാനിക്കൽ അല്ലെങ്കിൽ ക്ലച്ച് പെൻസിൽ അല്ലെങ്കിൽ ലെഡ് പെൻസിൽ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പെൻസിൽസ് ആണ് നമ്മളെപ്പോഴും ഡ്രോയിങ് വരയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഈ പെൻസിലിൻ്റെ അല്ലെങ്കിൽ ലെഡിൻ്റെ ഗ്രേഡ് അതുപോലെ തന്നെ അത് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ 9H, 8H, 7H, 6H, 5H, 4H, 3H, 2H, H, F, HB, B, 2B, 3B, 4B, 5B, 6B ഇങ്ങനെ ഡിഫറെൻറ്റ് ഗ്രേഡിനകത്തുള്ള ലെഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പെൻസിൽ എന്ന് പറയുന്നത് 9H ആയിരിക്കും. ദെൻ താഴത്തേക്ക് വരുന്തോറും 8H, 7H എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാർഡ്നെസ് അങ്ങനെ കുറഞ്ഞ് വരുന്നു. ദെൻ ബിയിലേക്ക് വരുമ്പോൾ തോറും ആ ലെഡിൻ്റെ സോഫ്റ്റ്നെസ് കൂടിക്കൂടി വരും. അതായത് ബി റേഞ്ചിലേക്ക് വരുമ്പോഴും ലെഡ് സോഫ്റ്റ് ആവുന്നു. 2B, 3B, 4B ആകുമ്പോൾ അങ്ങനെ പോകുമ്പോൾ ലെഡിൻ്റെ സോഫ്റ്റ്നെസ് കൂടിക്കൂടി ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ലെഡ് എന്ന് പറയുന്നത് 7B ആണ്. ഈ 7B ലെഡ്സ് നമ്മൾ ഷെയ്ഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഈ 9H പെൻസിലൊക്കെ ഉപയോഗിച്ച് വരച്ച് കഴിഞ്ഞാൽ തിക്നെസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, ബ്രൈറ്റ്നസ് വളരെ കുറവായിരിക്കും. പക്ഷെ അത് ഷീറ്റിനകത്ത് ഉണ്ടാകുന്ന ഇമ്പ്രഷനൊക്കെ വളരെ കൂടുതലായിരിക്കും. മായ്ച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു പാട് അവിടെ തന്നെ ഉണ്ടായിരിക്കും. സോ നമ്മൾ 9Hഉം 7B ഒന്നും നമ്മൾ ഡ്രോയിങ്ങിനകത്ത് അങ്ങനെ ഉപയോഗിക്കാറില്ല. സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് HB പെൻസിൽസ് ആണ് സ്കെച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ദെൻ H പെൻസിൽ ഫോർ H ലെഡ് ഫോർ ഔട്ട്ലൈൻസ്, വിസിബിൾ ലൈൻസ്, ഡയമെൻഷനിങ്, ലെറ്ററിങ്, ആരോസ് ഇവയൊക്കെ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ H ലെഡാണ് ഉപയോഗിക്കാറുള്ളത്. ആൻഡ് 2H ഫോർ കൺസ്ട്രക്ഷൻ ലൈൻസ്, ഡയമെൻഷൻ ലൈൻസ്, പ്രൊജക്ഷൻ ലൈൻസ്, സെൻട്രൽ ലൈൻസ്, സെക്ഷൻ ലൈൻസ് ഇങ്ങനത്തെ ലൈൻസുകളൊക്കെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ 2H. അപ്പോൾ നിങ്ങൾക്ക് നോർമലി ഡൗട്ട് എന്താണ് ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ലൈൻ, ഡയമെൻഷൻ ലൈൻ ഇവയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളതാണ്. സോ ഇത് വെച്ച് നമുക്ക് ഒരുപാട് ഡ്രോയിങ്സുകൾ വരയ്ക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പെൻസിൽസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും 0.5 ലെഡ് പെൻസിൽ വേണം ചൂസ് ചെയ്യുന്നതിന്.
കോമ്പസിനകത്ത് എപ്പോഴും നമ്മൾ അല്ലെങ്കിൽ 2H ലെഡ് പെൻസിൽസാണ് കോമൺലി ഉപയോഗിക്കാറുള്ളത്. കാരണം കൺസ്ട്രക്ഷൻ ലൈൻസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ 2H പെൻസിൽ ലെഡ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെഡിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ കൺവെൻഷണൽ പെൻസിൽസും ഡ്രോയിങ്സിനകത്ത് ഉപയോഗിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഷാർപ്പൺ ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ ഒരു ഷാർപ്പനിങ് ഒക്കെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഈ കൺവെൻഷണൽ പെൻസിൽ ഡ്രോയിങ്ങിനകത്ത് ഉപയോഗിക്കാറില്ല. ലെഡ് പെൻസിൽ തന്നെയാണ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാറുള്ളത്. മറ്റൊന്നാണ് ഡ്രോയിങ് ഫാസ്റ്റനേഴ്സ്. അതായത് ഡ്രോയിങ് ബോർഡിനകത്ത് ഡ്രോയിങ് ഷീറ്റ് കൃത്യമായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഡ്രോയിങ് ഫാസ്റ്റനേഴ്സ് ഉപയോഗിക്കാറുള്ളത്. ഡ്രോയിങ് ക്ലിപ്സ്, ഡ്രോയിങ് പിൻസ്, സെല്ലോ ടാപ്പ് ഒക്കെ. ഈ ഡ്രോയിങ് ക്ലിപ്പിൻ്റെ കേസിനകത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്പ്രിങ് ആക്ഷൻ കാരണം ഡ്രോയിങ് ബോർഡിനകത്ത് ഈസി ആയിട്ട് നമുക്ക് ഷീറ്റ് പ്ലേസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്, ഡ്രോയിങ് ബോർഡിനകത്ത് ചെറിയ ഷീറ്റുകൾ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഡ്രോയിങ് ക്ലിപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ചെറിയ ഷീറ്റുകൾ ഡ്രോയിങ് ബോർഡിനകത്ത് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡ്രോയിങ് പിൻസാണ്. ഈ ഡ്രോയിങ് പിൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഷീറ്റിനകത്ത് ഹോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡ്രോയിങ് ബോർഡിനകത്തേക്ക് പിന്ന് പെനട്രേറ്റ് ചെയ്യുമ്പോൾ റിപ്പീറ്റീവായിട്ട് നമ്മൾ പിൻസ് ഉപയോഗിക്കുമ്പോൾ ഡ്രോയിങ് ബോർഡിനകത്ത് നമുക്ക് ഒരുപാട് ഹോൾസുകൾ ഇതേപോലെ ഫോം ചെയ്യും. ആ ഒരു ബോർഡ് ഉപയോഗിച്ച് അഗൈൻ ആൻഡ് അഗൈൻ നമ്മൾ ഡ്രോയിങ്സ് വരയ്ക്കുന്ന സമയത്ത് എറേഴ്സ് വരാനും മിസ്റ്റേക്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ രണ്ട് ഡിഫിക്കൽട്ടീസും രണ്ട് കേസിനകത്തും വരുന്നുണ്ട്. സോ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് ബൈ യൂസിങ് സെല്ലോ ടാപ്പ്. സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് ഡ്രോയിങ് ഷീറ്റ് നമുക്ക് ഡ്രോയിങ് ബോർഡിൻ്റെ മുകളിൽ ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അതൊരു തിൻ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ മിനി ഡ്രാഫ്റ്റ് നമുക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് ബോർഡിൻ്റെ മുകളിലൂടെ സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഈസി ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാനോ അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും എളുപ്പമാണ്. സോ കോമൺലി ഡ്രോയിങ് ഷീറ്റ് ഡ്രോയിങ് ബോർഡിന് മുകളിൽ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സെല്ലോ ടാപ്പാണ് ഉപയോഗിക്കാറുള്ളത്. ദ നെക്സ്റ്റ് വൺ ഈസ് ദ എറേസേഴ്സ് അല്ലെങ്കിൽ റബ്ബേഴ്സ്. നമ്മൾ നോർമലി ഡ്രോയിങ്സ് വരയ്ക്കുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടായിരിക്കും, അത് എറേസ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടാണ് എറേസേഴ്സ് ഉപയോഗിക്കാറുള്ളത്. ദെൻ ഡ്രാഫ്റ്റിംഗ് ബ്രഷ്. നമ്മളൊരു ഡ്രോയിങ് വരയ്ക്കുന്നതിന് മുമ്പ് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വൃത്തിയായി നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം. അല്ല എങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം ഷീറ്റിനകത്താവുകയും ഷീറ്റിൻ്റെ നീറ്റ്നെസ് കുറയുകയും ചെയ്യും. സോ മസ്റ്റായിട്ടും ഒരു ഡ്രാഫ്റ്റിംഗ് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ടവൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഇത്തരത്തിലുള്ള ക്ലീനിങ് ആക്ഷൻസ് ചെയ്യാൻ സാധിക്കും. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ടെംപ്ലേറ്റ്. ഒരു ഡ്രോയിങ്ങിനകത്ത് നമുക്ക് ഒരുപാട് ഷേപ്പുകളൊക്കെ വരയ്ക്കാണ്ടിരിക്കും. അപ്പോൾ അത്തരം ഷേപ്പുകൾ ഈസി ആയിട്ട് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കാറുള്ളത്. ഒരു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ ഫ്ലാറ്റ് പീസ് ഓഫ് സെല്ലുലോയിഡ് ആയിരിക്കും. അതായത് വളരെ തിന്നായിട്ടുള്ളൊരു ഷീറ്റ്. ആ ഷീറ്റിനകത്ത് ഒരുപാട് ഷേപ്പുകൾ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. സച്ച് ആസ് ലൈക്ക് സർക്കിൾസ്, ആർക്സ്, ജോമെട്രിക്കൽ ഷേപ്സ് ലൈക്ക് പെൻറ്റഗൺ, ഹെക്സഗൺ, ഒക്ടഗൺ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾസ്, ഇവയ്ക്കെല്ലാം പുറമെ എഞ്ചിനീയറിംഗ് സിമ്പിൾസ്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഷീറ്റിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഇത്തരം ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് സ്റ്റെൻസിൽ എന്ന് പറയുന്നത്. നമ്മൾ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുന്നതിനും പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നതിനൊക്കെ ഈസി ആയിട്ട് ലെറ്റേഴ്സും നമ്പേഴ്സും ടൈപ്പ് ചെയ്തിട്ട് ലെറ്റേഴ്സും നമ്പേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു ഫ്ലാറ്റ് സെല്ലോയിഡ് സ്ട്രിപ്പിനെയാണ് നമ്മൾ സ്റ്റെൻസിൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫ്രഞ്ച് കർവ്. ഫ്രഞ്ച് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലർ ആയിട്ടുള്ള കർവുകളും ആർക്കുകളും വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് കർവ്സ് യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് ഒരു ഫിക്സഡ് റേഡിയസിലുള്ള സർക്കിൾസ് അല്ലെങ്കിൽ ഫിക്സഡ് റേഡിയസിലുള്ള കർവുകളെ നമുക്ക് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഇറഗുലർ ആയിട്ടുള്ള കർവ് നമുക്ക് വരയ്ക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്രഞ്ച് കർവുകളാണ് നമ്മൾ ഡ്രോയിങ്ങിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വി ക്യാൻ ഗോ ത്രൂ ദ ഡ്രോയിങ് ഷീറ്റ്. പല സൈസിൽ ഡ്രോയിങ് ഷീറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. A0, A1, A2, A3, A4. A4 ഷീറ്റ് നമുക്ക് ഫെമിലിയർ ആണ്, കാരണം നമ്മൾ നോട്ട്സ് എഴുതുന്നതിനും ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതിനും ഒക്കെ നമ്മൾ A4 പേപ്പേഴ്സാണ്
ഉപയോഗിക്കാറുള്ളത്. ഒരു A4 ഷീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 210 mm ഇൻറ്റു 297 mm, അതായത് 210 mm വെടുത്തും 297 mm നീളവുമുള്ള ഒരു A4 ഷീറ്റിനുള്ളത്. A4 ഷീറ്റിൻ്റെ ഇരട്ടി വലുപ്പമുള്ള ഷീറ്റിനെ നമ്മൾ A3 ഷീറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 297x420. ദെൻ A3യുടെ ഇരട്ടി വലുപ്പമുള്ള ഷീറ്റാണ് A2 എന്ന് പറയുന്നത്, 420x594. ദെൻ A2ൻ്റെ ടോയ്സ് സൈസുള്ള ഷീറ്റാണ് A1, 594x841 mm. ദെൻ ലാസ്റ്റ് വൺ ഈസ് ദ A0 ഷീറ്റ്, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് ഷേപ്പിലുള്ള ലാർജസ്റ്റ് സൈസുള്ള ഡ്രോയിങ് ഷീറ്റാണ് A0 ഷീറ്റ് എന്ന് പറയുന്നത്, 841x1189 mm സൈസ്. സോ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഷീറ്റാണ് A0 എന്ന് പറയുന്നത്. A1, A2, A3 ഇങ്ങനെ പറയുന്തോറും ഷീറ്റിൻ്റെ സൈസ് കുറഞ്ഞ് വരുന്നു. നോർമലി നമ്മൾ എൻജിനീയറിംഗ് ഗ്രാഫിക്സിനകത്ത് ഉപയോഗിക്കുന്ന ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് A2 ആണ്. അത് 420x594. ഈ സൈസിലുള്ള ഡ്രോയിങ് ഷീറ്റുകളാണ് നമ്മൾ എൻജിനീയറിംഗ് ഗ്രാഫിക്സിനകത്ത് ഡ്രോയിങ് വരയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ദെൻ ഡ്രോയിങ് ഷീറ്റിൻ്റെ ലേ ഔട്ടാണ്. ഒരു ഡ്രോയിങ് ഷീറ്റ് നമ്മൾ ഡ്രോയിങ് ബോർഡിനകത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനകത്ത് ലേ ഔട്ട് അല്ലെങ്കിൽ മാർജിൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോർമലി റൈറ്റ് സൈഡ് 10 mm, ടോപ്പ് സൈഡ് 10 mm, ബോട്ടം സൈഡ് 10 mm ആൻഡ് ലെഫ്റ്റ് സൈഡ് 20 mm. ഇങ്ങനെയാണ് നമ്മൾ ഒരു റെക്റ്റാങ്കുലർ മാർജിനാണ് ഡ്രോയിങ് ഷീറ്റിന് വരയ്ക്കേണ്ടത്. ടോപ്പ്, റൈറ്റ്, ബോട്ടം സൈഡിൽ 10 mm ലെഫ്റ്റ് സൈഡിൽ 20 mm എടുത്തിട്ട് വേണം മാർജിൻ വരയ്ക്കാൻ. ദെൻ ഡ്രോയിങ് ഷീറ്റിൻ്റെ ഏറ്റവും ബോട്ടം റൈറ്റ് കോർണറിലായിട്ട് നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് വരയ്ക്കും. ഈ ടൈറ്റിൽ ബ്ലോക്കിനകത്താണ് നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കറസ്പോണ്ടിങ് നെയിം, ആരാണ് ഈ ഷീറ്റ് വരയ്ക്കുന്നത്, അയാളുടെ പേര്, അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ വരയ്ക്കുന്നത് ഈ ഒരു ടൈറ്റിൽ ബ്ലോക്കിനകത്താണ്. സോ ഇതാണ് ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ടൈറ്റിൽ ബ്ലോക്കിനകത്താണ് നമ്മൾ ഡ്രോയിങ് വരയ്ക്കുന്ന ആളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഡ്രോയിങ് നെയിംസ് മറ്റു കാര്യങ്ങളൊക്കെ ഡിനോട്ട് ചെയ്യാറുള്ളത്. ഈ ടൈറ്റിൽ ബ്ലോക്കിൻ്റെ എൻലാർജ്ഡ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ടൈറ്റിൽ ബ്ലോക്കിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ടൈറ്റിൽ ബ്ലോക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 150 mm നീളവും 50 mm വീതിയുമാണ്. അപ്പോൾ ഏറ്റവും ബോട്ടം റൈറ്റ് കോർണറിലായിട്ടായിരിക്കും ടൈറ്റിൽ ബ്ലോക്ക് ഉണ്ടായിരിക്കുക. ആ ടൈറ്റിൽ ബ്ലോക്കിനെ എഗെയിൻ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 150 mm 50 mm ഡിസ്റ്റൻസിൽ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സിമിലർലി ഹൈറ്റ് 50 mm ഹൈറ്റ് ഉള്ളതിനെ നമ്മൾ 10, 10, 10 ആൻഡ് 20 എന്നിങ്ങനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് 20 എന്ന് പറയുന്ന ആ ഒരു ബോക്സിനകത്താണ് വിദ്യാർത്ഥിയുടെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. സ്റ്റെൻസിൽ ഉപയോഗിച്ച് കൃത്യമായി ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്ത്, അല്ല ഫ്രീ ഹാൻഡ് അല്ല നമ്മൾ ചെയ്യാറുള്ളത്, സ്റ്റെൻസിൽ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ വിദ്യാർത്ഥിയുടെ പേര്, സ്റ്റുഡൻറ്റിൻ്റെ നെയിം കൃത്യമായിട്ട് ആ കോളത്തിനകത്ത് മെൻഷൻ ചെയ്യണം. തൊട്ട് താഴെ ക്ലാസ്, ഏതാണ് ക്ലാസ്. അപ്പോൾ ഫസ്റ്റ് ഇയർ മെക്കാനിക്കൽ ആണെങ്കിൽ S1 ME അല്ലെങ്കിൽ S1 സിവിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസ് അവിടെ മെൻഷൻ ചെയ്യും. തൊട്ട് താഴെ റോൾ നമ്പർ ഈക്വൽ ടു 2, 5 എത്രയാണോ കുട്ടിയുടെ നമ്പർ എന്ന് വെച്ചാൽ ആ നമ്പർ അവിടെ മെൻഷൻ ചെയ്യും. ദെൻ ഡേറ്റ്, നമ്മൾ ഡ്രോയിങ് ഷീറ്റ് വരയ്ക്കുന്ന ഡേറ്റ്. ഇപ്പോൾ നമ്മൾ ഇന്നാണ് ഡ്രോയിങ് ഷീറ്റ് വരയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ ഡേറ്റ് 04/1/2021. ദെൻ നെയിം ഓഫ് ഡ്രോയിങ്, നമ്മൾ എന്താണ് ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കാൻ പോകുന്ന ഡ്രോയിങ്. ഇപ്പോൾ ഡയമെൻഷനിങ് പ്രാക്ടീസ് ആണെങ്കിൽ ഡയമെൻഷനിങ് പ്രാക്ടീസ്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാനാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് പ്ലാൻ. സോ എന്താണ് നമ്മൾ ആ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുന്ന ഇമേജ്, അതിൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിലാണ്
നമ്മൾ നെയിം ഓഫ് ഡ്രോയിങ് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യേണ്ടത്. ദെൻ DRG നമ്പർ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് നമ്പറാണ്. ഇപ്പോൾ ഫസ്റ്റ് ഷീറ്റ് ആണെങ്കിൽ DRG നമ്പർ 1, സെക്കൻഡ് ഷീറ്റാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ DRG നമ്പർ 2. ദെൻ ഗ്രേഡ് വാല്യൂഡ് ബൈ എന്ന് പറയുന്ന കോളത്തിനകത്ത് കറസ്പോണ്ടിങ് ഫാക്കൽറ്റി എൻ്റർ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ വരച്ച ഡ്രോയിങ്ങിന് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നതിനും വാല്യൂ ചെയ്ത ആളുടെ സിഗ്നേച്ചറും മെൻഷൻ ചെയ്യാനാണ് വാല്യൂഡ് ബൈ എന്ന് പറയുന്ന കോളം. ദെൻ സ്കെയിൽ ഞാൻ ആൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മൾ എഞ്ചിനീയർ സ്കെയിൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നമ്മൾ വരയ്ക്കാറുള്ളത് നോർമലി 1:1 റേഷ്യോയിലാണ് ഡ്രോയിങ്സ് എല്ലാം വരയ്ക്കാറുള്ളത്. അതായത് എന്താണോ ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ ഡയമെൻഷൻ അതേ ഡയമെൻഷനിൽ തന്നെയായിരിക്കും നമ്മൾ ഡ്രോയിങ് ഷീറ്റിനകത്തേക്ക് വരയ്ക്കാറുള്ളത്. സോ നോർമൽ കേസിനകത്ത് സ്കെയിൽ എന്ന് പറയുന്നത് 1:1 ആയിരിക്കും. ഇനി അതിനകത്ത് എൻലാർജ്ഡ് സ്കെയിൽ കണ്ടീഷൻ വരിക അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് സ്കെയിൽ കണ്ടീഷൻ വരുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് അതവിടെ നമുക്ക് മെൻഷൻ ചെയ്യാം. ഇത് തൊട്ട് താഴത്തായിട്ടൊരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറയുന്ന സിമ്പിളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഫ്രസ്റ്റം ഓഫ് കോൺ ആണ് ഇവിടെ സിമ്പിളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിളാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഒരു ഡ്രോയിങ് ഷീറ്റിനകത്ത് ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുക എന്നുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ പ്രധാനമായിട്ടും എന്താണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, അതുപോലെ തന്നെ ഗ്രാഫിക്സിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെല്ലാമാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്തരത്തിലുള്ള ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിനകത്ത് ഓരോ ഡ്രോയിങ്സും കംപ്ലീറ്റ് ആക്കാനുള്ളത്. ദെൻ എങ്ങനെയാണ് ഒരു ഡ്രോയിങ് ബോർഡിനകത്ത് ഡ്രോയിങ് ഷീറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡ്രോയിങ് ഷീറ്റിൻ്റെ ലേഔട്ട് വരുന്നത്, എങ്ങനെയാണ് ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തു. എല്ലാവരും കൃത്യമായിട്ടുള്ള നോട്ട്സ് നിങ്ങളുടെ നോട്ട് ബുക്കിനകത്ത് എഴുതുക. A4 സൈസുള്ള നോട്ട് ബുക്ക് വേണം എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന് ഉപയോഗിക്കാൻ. കൃത്യമായിട്ട് ഓരോ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെല്ലാമാണെന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനും നിങ്ങൾ നോട്ടിനകത്ത് മെൻഷൻ ചെയ്യാം. അതിനുശേഷം ഈ ഒരു ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റിൻ്റെ ലേഔട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇമേജ് കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിനകത്തേക്ക് വരച്ചു വയ്ക്കുക. മാർജിൻ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യാം. ദെൻ ടൈറ്റിൽ ബ്ലോക്ക് ഒരു സ്കിമാറ്റിക് ആയിട്ടുള്ള ആക്ച്വൽ ഡയമെൻഷൻ, അതായത് 50 mm 150 mm ലെങ്ത്തും 50 mm വിഡ്ത്തുമുള്ള റെക്റ്റാങ്കിൾ കറക്റ്റ് ഡയമെൻഷനകത്ത് വരച്ച് അതിനകത്ത് നിങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്ത പോലെ നിങ്ങളുടെ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് എഴുതുക. നെയിം ഓഫ് ഡ്രോയിങ് എന്നുള്ള ഭാഗത്ത് തൽക്കാലം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ദെൻ ക്ലാസ്, റോൾ നമ്പർ, ഡേറ്റ് എന്നുള്ള ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്തൊരു സാമ്പിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ നോട്ട് ബുക്കിനകത്ത് വരയ്ക്കുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം.